തൊടുപുഴയിൽ ജോർലി 34 വയസ്സ്, അവരുടെ ഭർത്താവിൻ്റെ പേര് ടോണി 43 വയസ്സ്. ജോർലി പെട്ടെന്ന് മരിച്ചു. എങ്ങനെ മരിച്ചു? വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. ഇതിന് കാരണം എന്താണ്? ജോർലി മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിരുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 26-നാണ് ജോർലിയെ വിഷം ഉള്ളിൽ ചെന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചു. ആന്തരികാവയവങ്ങൾക്ക് സാരമായ തകരാറുകളുണ്ട്, ജീവിക്കുമെന്ന് ഉറപ്പില്ല. ഏതായാലും മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴിയെടുപ്പിക്കാമെന്ന് ഡോക്ടർമാർക്ക് തോന്നി. മജിസ്ട്രേറ്റിനെ വിളിച്ചു വരുത്തി. മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തപ്പോൾ ജോർലി കാര്യം പറഞ്ഞു. എന്നും വഴക്കാണ്. ഭർത്താവ് ടിമ്പർ മില്ലിനൊക്കെയാണ് തടി പിടിക്കാനൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. എന്നും വഴക്കാണ്. അയാൾക്ക് 20 പവനും പലപ്പോഴായി 6 ലക്ഷം രൂപയും എൻ്റെ അപ്പൻ നൽകി. ഇനിയും സ്ത്രീധനം വേണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം എന്നെ ഉപദ്രവിക്കും. നീ വിഷം കുടിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിഷം കുടിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഒരു രക്ഷയുമില്ല സാർ എന്ന് പറഞ്ഞു. അയാളാണ് എന്നെ ബലം പ്രയോഗിച്ച് വിഷം എൻ്റെ വായിൽ ഒഴിച്ചു തന്നത് എന്ന് ജോർലി മജിസ്ട്രേറ്റിന് മൊഴി നൽകി. ഇതിനിടയിൽ തന്നെ ടോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കാരണം ഈ ഗാർഹിക പീഡനത്തിൻ്റെ വകുപ്പനുസരിച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ജോർലി ചികിത്സയിലാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മരണം സംഭവിച്ച ശേഷം വീണ്ടും അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ പ്രേക്ഷകർ എന്നെ തിരുത്തി തരണം. എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടാകാം. ഏതായാലും ജോർലി മരണപ്പെട്ടത് വലിയ സങ്കടമാണ്. അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ ക്രൂരൻ കാണിച്ചത് 1-2 അല്ല, 20 പവൻ സ്വർണം ഇപ്പോഴുണ്ടെങ്കിൽ അതിൻ്റെ വിലയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് നാൾ മുമ്പാണ് ഇത് സ്വർണം കൊടുത്തതെങ്കിലും വില തുച്ഛമായ വിലയല്ലല്ലോ. 20 പവൻ്റെ സ്വർണം, പിന്നെ 6 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ തുകയാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇയാൾ അതൊക്കെ ദൂർത്തടിച്ചു. മദ്യപാനത്തിനും ദൂർത്തിനും വേണ്ടി ചിലവഴിച്ചു. എന്നിട്ട് മകളുടെ ആഭരണം വരെ, ജോർലിക്ക് ഒരു മകളുണ്ട്. ജോർലി ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ കിട്ടുന്ന പൈസ ഇങ്ങനെ മിച്ചം പിടിച്ച് മകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. മകളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ വരെ ടോണി പിടിച്ചു വാങ്ങി വിറ്റ് ദൂർത്തടിച്ചു. ഇതൊക്കെ വലിയ സങ്കടമല്ലേ? സ്വാഭാവികമായും ഭാര്യ ചോദിച്ചിട്ടുണ്ടാകണം, ഇതൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടാകണം. അങ്ങനെ വഴക്കും പതിവായിരിക്കണം. ആ ദിവസം ബലമായി പിടിച്ച് വിഷം വായിൽ ഒഴിപ്പിച്ചു. എന്തൊരു ക്രൂരതയാണ്! വിഷം വായിലൊഴിപ്പിച്ച് കൊളാപ്സ്ഡായി. ഈ ജോർലി നിലത്ത് വീണു. പിന്നീട് നാട്ടുകാരൊക്കെ തൂക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ജൂൺ 26-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആ യുവതി മരണപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞത് സ്ത്രീധന പീഡനം. സ്ത്രീ തന്നെ ധനമെന്ന് നമ്മൾ അഭിമാനിക്കുകയും നമ്മളിങ്ങനെ ഘോരം പ്രസംഗിച്ച് നടക്കുകയും ചെയ്യും. പക്ഷേ സ്ത്രീധനമെന്ന് പറഞ്ഞ് ആളുകൾ മുറവിളി കൂട്ടുന്നുണ്ട്. സ്ത്രീക്ക് വീട്ടുകാരെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നതാണ് പൊതുതത്വം. ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായെന്നിരിക്കും. അതൊക്കെ നല്ല കുടുംബത്തിൻ്റെ ലക്ഷണമായിരിക്കും. ചിലപ്പോൾ വീട്ടിലെ പൊതു ആവശ്യത്തിന് വേണ്ടി സ്വർണം പണയം വയ്ക്കാം, ചിലപ്പോൾ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവയ്ക്കാം. അതൊക്കെ പരസ്പരം ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അത്തരം ട്രാൻസാക്ഷനൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനകത്ത് ഒരു ഈഗോ, ഇനിയും നീ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി, കാശിനോടുള്ള ആക്രാന്തത്തോടു കൂടി പെരുമാറുന്നതൊക്കെ പീഡനമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഏതായാലും സ്ത്രീധന പീഡനമൊക്കെ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നവോത്ഥാന നായകന്മാരും നവോത്ഥാന വൈതാളികന്മാരുമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ജോർലിയൊക്കെ അതിൻ്റെ രക്തസാക്ഷികളാണ്, ഇരകളാണ്. അവരുടെ മരണം ഇതൊക്കെയാണ് സമൂഹത്തോട് വിളിച്ച് പറയുന്നതും.